ഇന്ന് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പേരി വറക്കാൻ ഓർത്തേക്കുവാണേ. ഈ കൊണ്ടുവരുന്ന കൊലയല്ല കേട്ടോ വറക്കുന്നത്, ഈ ഒരു ചക്കയാണേ. കൊല നമ്മുടെ താഴെ ഉണ്ടായതാണ്, ചെറുതായിട്ടൊന്ന് പഴുത്തപ്പത്തേന് ഇങ്ങനെ വെട്ടിയെടുത്തേ ഉള്ളൂ. അപ്പം ഈ ചക്കയൊക്കെ ഒന്ന് അടത്തിയെടുത്ത് അകത്ത് കൊണ്ടുവച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് ഓർത്ത്. നല്ല മഴയായിരുന്നു പുറത്ത്, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എങ്ങനെയും ഒന്ന് ഇതെല്ലാം അകത്ത് കയറിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേവട്ടനും കൂടുന്നുണ്ട് കേട്ടോ. ഞാനും ദേവട്ടനും കൂടെ സിനിമയൊക്കെ ഉണ്ട്, പതുക്കെ ഇരുന്നാണ് അരിയുന്നേ. ഈ ഒരു ചക്ക സീസൺ തുടങ്ങിയ പിന്നെ ഒരു 3-4 പ്രാവശ്യം ചക്ക വറുത്താണേ. പക്ഷേ ഇപ്പോൾ ഈ ഓണത്തിനത്തേക്ക് എടുക്കാൻ ഒരെണ്ണം പോലും ഇല്ല. ചക്ക വറുത്തല്ലേ പെട്ടെന്ന് തീർന്നു പോകത്തില്ലേ. പിന്നെ ഇത് 2 ദിവസം മുമ്പേ വറക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിരുന്നോളും, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഓണത്തിനേക്ക് വേണ്ടിയുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ഞാനൊന്നും അടുക്കിയൊന്നും വെച്ചില്ല, ഈ ചക്കയുടെ പുറകെ പോയതുകൊണ്ട്. ഇനി ഉപ്പേരിയുടെ കൂടെ കടിക്കാനായിട്ട് കുറച്ച് കളിയടക്കായും കൂടെ ഉണ്ടാക്കാനായിട്ട് ഏട്ടൻ അതൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചായിരുന്നേ. കളിയടയ്ക്ക എപ്പോഴും ഒരു നൊസ്റ്റു അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ ഉപ്പേരിക്കിടയിൽ നിന്ന് പെറുക്കി ഇത് മാറ്റിയെടുത്ത് കഴിക്കുമായിരുന്നു. അതുപോലെ ഉരുട്ടാനാണേലും എല്ലാവരും കൂടെ വട്ട വരുന്ന പണ്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഉരുട്ടിയെടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ. ഉഴുന്നുവടയുടെ ഷേപ്പും ഓരോ മൃഗങ്ങളുടെ ഷേപ്പും അങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സന്തോഷമാണ്. ഇതിനകത്തും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഷേപ്പ്. അത് പക്ഷേ മക്കളുടെ വകയല്ല, ഏട്ടൻ്റെ വകയാണേ. ആദ്യം നമ്മൾ കളിയടയ്ക്ക അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്ക് തീ കുറഞ്ഞിട്ട് കുറേ പൊടിഞ്ഞു പോയായിരുന്നേ. അപ്പം കുളമായി എന്നോർത്തു. പിന്നെ ഞങ്ങൾ ഗ്യാസിലെടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഉപ്പേരി വറക്കൊക്കെ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപ്പേരി വറുത്തോ? എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. ഓണമൊക്കെ എവിടെ വരെയായി? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു കേട്ടോ.